ജലോത്സവ പ്രേമികൾ കാത്തിരിക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നാളെ പുന്നമട കായലിൽ നടക്കും. മാസങ്ങളുടെ പരിശീലനത്തിന് ശേഷം ചുണ്ടൻ വള്ളങ്ങൾ കായൽ പരപ്പിൽ പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ അത് കാണികൾക്കും ആവേശമാകും. വിവിധ വിഭാഗങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 71 വള്ളങ്ങൾ. ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം ഉള്ളത് 21 വള്ളങ്ങൾ. 11 മണിയോടെ ആരംഭിക്കുന്ന മത്സരത്തിൽ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സാണ് ആദ്യം. ഉച്ച കഴിഞ്ഞ് 2-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളും ചെറുവള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങളും നടക്കുക. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ 6 ഹീറ്റ്സുകളാണുള്ളത്. ആദ്യ 4 ഹീറ്റ്സുകളിൽ 4 വീതം വള്ളങ്ങളും 5-ാമത്തെ ഹീറ്റ്സിൽ 3 വള്ളങ്ങളും 6-ാമത്തെ ഹീറ്റ്സിൽ 2 വള്ളങ്ങളുമാണ് മത്സരിക്കുക. മികച്ച സമയം കുറിച്ച് ആദ്യമെത്തുന്ന 4 വള്ളങ്ങളാണ് നെഹ്റു ട്രോഫിക്ക് വേണ്ടിയുള്ള ഫൈനൽ പോരാട്ടത്തിനിറങ്ങുക. ചെറുവള്ളങ്ങളുടെ എല്ലാ ഭാഗങ്ങളിലും ഫിനിഷ് ചെയ്യുന്ന സമയം പരിഗണിച്ചാണ് ജേതാക്കളെ തീരുമാനിക്കുന്നത്. സമയക്രമം പൊതുജനത്തിന് കാണാനാകും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. നമ്മൾ ഈ പ്രാവശ്യം പ്രചാരണ രംഗത്ത് വലിയ മാറ്റങ്ങളാണ്, കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് ഉൾപ്പെടെ പ്രചാരണം സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്രാവശ്യം കർശനമായ സുരക്ഷാ ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്പീഡ് ബോട്ടുകളുടെ സഞ്ചാരത്തിലും ഡ്രോണുകളുടെ ഉപയോഗത്തിലും കർശനമായ നിയന്ത്രണം ഉറപ്പുവരുന്നതാണ്. ടൈമേഴ്സ് കൃത്യതയോടെ ടൈം സ്ക്രീനിൽ പ്രദർശിപ്പിക്കുകയും ഫിനിഷിംഗ് പോയിന്റ് ടച്ച് ചെയ്യുന്ന വള്ളങ്ങളുടെ സ്ഥാനക്രമം അനുസരിച്ച് 1, 2, 3 സമയക്രമം കൃത്യമായി പൊതുജനം കാണും വിധം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. വള്ളങ്ങളുടെ സമയക്രമം ഇനി മുതൽ മിനിറ്റിനും സെക്കൻഡിന് ശേഷം മില്ലി സെക്കൻഡായി നിജപ്പെടുത്തും. 1-ലധികം വള്ളങ്ങൾ ഒരേ സമയം ഫിനിഷ് ചെയ്തിട്ടുള്ളതായി കണ്ടാൽ നറുക്കെടുപ്പിലൂടെ വിജയം നിശ്ചയിക്കും. 6 മാസം വീതം നെഹ്റു ട്രോഫി കൈവശം വയ്ക്കാനായി തീരുമാനമെടുക്കുവാൻ ആദ്യ 6 മാസം ആർക്കെന്നത് നറുക്കെടുപ്പിലൂടെ നിശ്ചയിക്കും. പുന്നമട എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അറിയേണ്ടത് ഒന്ന് മാത്രം, ഈ വർഷത്തെ ജലരാജാവാര്. ഇനി അവശേഷിക്കുന്നത് അതിനായുള്ള കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകൾ മാത്രമാണ്. പുന്നമടയിൽ നിന്നും ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്.